കാറ്റഗറി നമ്പർ 503/2023 കേരള PSCയുടെ ഏറ്റവും അധികം നിയമനം നടക്കുന്ന നോട്ടിഫിക്കേഷൻ LDC. ഇതുവരെ എത്ര ശതമാനം നിയമനമായെന്നറിയാവോ? അതായത് ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് 8 മാസമായി. അതായത് ആകെ 3 വർഷമാണ് ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി വരുന്നത്. ആ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് നിലവിൽ തന്നെ 8 മാസമായി. മക്കളെ, ഇതുവരെ 2.4% മാത്രമാണ് നിയമനം നടന്നത്. ഒന്ന് ആലോചിച്ച് നോക്കാം, വെറും 2.4%. പക്ഷെ ഇതിനെതിരെ ആരും ഒന്നും പ്രതികരിക്കുന്നില്ല. എന്താ കാരണം? അതായത് ഒരു റാങ്ക് ലിസ്റ്റ്, പ്രത്യേകിച്ച് LDC പോലുള്ള റാങ്ക് ലിസ്റ്റിൽ കുട്ടികൾ ഒരുപാട് പ്രതീക്ഷിക്കുന്ന റാങ്ക് ലിസ്റ്റാണ്. ഒരുപാട് കുട്ടികൾ നിയമനം കിട്ടേണ്ടുന്ന, ഒരുപക്ഷെ ഗവൺമെന്റ് സർവീസിൽ അവരുടെ ആദ്യത്തെ ചവിട്ടുപടിയായി പാവപ്പെട്ടവന്റെ IAS ഒക്കെ എന്നൊക്കെ വർഷങ്ങളോളം വിളിച്ചുകൊണ്ടിരുന്ന ഒരുപാട് പേരെ സർവീസിലേക്ക് എത്തിച്ചൊരു പോസ്റ്റ്. ആ പോസ്റ്റിൽ കുട്ടികളുടെ മനസ്സിൽ എപ്പോഴും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, ഇത്രയും നിയമനം നടക്കും, ഇത്രയും കുട്ടികൾ ജോലിയിലേക്ക് കയറും. അങ്ങനെയാണ് അതിൽ ഓരോ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ആളുകളും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കണക്കുകൾ നോക്കിയാൽ ഏതാണ്ട് 20,000-ഓളം കുട്ടികളെ പല ജില്ലകളിലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ജില്ല നോക്കിയാൽ, ഇപ്പൊ തിരുവനന്തപുരം നോക്കിയാൽ ഏതാണ്ട് 1,500-ഓളം ആളുകൾ നമ്മുടെ മെയിൻ സപ്ലിയും കൂടിയുണ്ട്. കൊല്ലം ജില്ല നോക്കിയാൽ 1,441 പേര് ടോട്ടൽ റാങ്ക് ലിസ്റ്റിലുണ്ട്. പക്ഷെ അത്രയും പേരെ ഉൾപ്പെടുത്തിയിട്ടും നിയമനം വെറും 2% അല്ലെ 2.5% താഴെ മാത്രമെന്ന് പറയുമ്പോൾ അത് വളരെ ദുഃഖകരമായ വാർത്തയാണ്. അതിൽ തന്നെ അതായത് തിരുവനന്തപുരം നോക്കുകയാണെങ്കിൽ 36 പേര് മാത്രമേ ഇതുവരെ അഡ്വൈസ് പോയിട്ടുള്ളൂ. കൊല്ലം 41, പത്തനംതിട്ട 35, ആലപ്പുഴ 26, കോട്ടയം 32, ഇടുക്കി 32, എറണാകുളം 43, തൃശൂർ 48, പാലക്കാട് 51, മലപ്പുറം 33, കോഴിക്കോട് 39, വയനാട് 23, കണ്ണൂർ 36, കാസർഗോഡ് വെറും 12. അതായത് ഇതിൽ ഏറ്റവും കൂടുതൽ നിയമനം നടന്നിട്ടുള്ള പാലക്കാട് ജില്ലയിൽ ഒരു 51 നിയമനങ്ങളാണ്. ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന 1532 പേരാണ്. അതിലാണ് 51 പേരെ മാത്രം റാങ്ക് ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഒരു കാര്യം ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് വന്നു, നിയമനം റിപ്പോർട്ട് ചെയ്യാത്ത, അതായത് ഇതുവരെയുള്ള മുഴുവൻ തസ്തികകൾ റിപ്പോർട്ട് ചെയ്യാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം എന്ന നിലയിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു സർക്കുലർ വന്നു. ഈ സർക്കുലറുകൾക്ക് എന്താണ് പ്രാധാന്യം? ഒരു പ്രാധാന്യമില്ല. അതായത് നമ്മളിപ്പോ 1000 ഐഡിയാസ് ഇംപ്ലിമെന്റ്, അല്ലെങ്കിൽ 1000 ഐഡിയാസ് ഉണ്ട്, ബാക്കിയെല്ലാം ഉണ്ട്, ഒരു കാര്യമില്ല, ഒരെണ്ണം നടത്തി കാണിക്കണം. അതായത് ഈ കയറിപ്പോയ ആൾക്കാർ മുഴുവൻ, ഇന്ന് സർക്കാർ സർവീസിൽ കയറിപ്പോയ എല്ലാവരും ഇതേപോലുള്ള ഘട്ടങ്ങളിലാണ് അവരെല്ലാം കയറിപ്പോയിരിക്കുന്നത്. പക്ഷെ അവർ ജോലി കയറിയതിനു ശേഷം എന്ത് സംഭവിക്കുന്നു? ഇത് ഇത്രയും കുട്ടികളെ ബാധിക്കുന്ന ഒരു കാര്യമല്ലേ? അതായത് ഏറ്റവും ചുരുങ്ങിയത് 10,000+ ആൾക്കാരാണ് ഒരു LD റാങ്ക് ലിസ്റ്റിനകത്ത് നിയമനം കിട്ടേണ്ടത്. കാര്യം അത്രയും നിയമനം നടക്കേണ്ട ഒരു പോസ്റ്റാണ്. ഇപ്പൊ 2025-28 നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം വേക്കൻസി റിപ്പോർട്ട് ചെയ്യേണ്ട 3 വർഷങ്ങളാണ്. കാരണം പെൻഷൻ ആവുന്ന ആൾക്കാരുടെ എണ്ണം ഈ സമയത്ത് നോക്കുകയാണെങ്കിൽ വളരെ കൂടുതലാണ്. എന്നിട്ട് പോലും ഇവിടെ നിയമനം നടക്കുന്ന എത്രയാണ്? 2.4%. സത്യത്തിൽ ഞാൻ ഈ ഡേറ്റ് എടുത്തിട്ട് ടോട്ടൽ നോക്കിയിട്ട് ഇതുവരെ 8 മാസമായിട്ട് പോലും 2.4% എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയായിരുന്നു. പക്ഷെ ഇതിനെതിരെ ആരും ഒരു വാക്ക് പോലും സംസാരിക്കുന്നില്ല. തീർച്ചയായിട്ടും ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തെങ്കിൽ മാത്രമേ കുട്ടികളുടെ പക്ഷത്ത് നീതി ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ കുട്ടികൾക്ക് കിട്ടേണ്ട അർഹതപ്പെട്ട അവസരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. ഇപ്പൊ തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ 3 വർഷത്തെ റാങ്ക് ലിസ്റ്റ് 1/8, അതായത് ഓഗസ്റ്റ് മാസം 1-ാം തീയതിയാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഇന്നേക്ക് ഏതാണ്ട് 8 മാസങ്ങൾ കഴിഞ്ഞു. ഇനി 2 വർഷവും 4 മാസവുമാണ് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. അപ്പോൾ ഓരോ മാസം കഴിയും തോറും, അല്ലെങ്കിൽ ഓരോ സമയം കഴിയും തോറും ഈ ലിസ്റ്റിൽ നിന്ന് കിട്ടേണ്ട പുറകിലോട്ട് കിട്ടേണ്ട കുട്ടികളുടെ അവസരങ്ങളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിയമനങ്ങൾ ഇല്ലാഞ്ഞിട്ടായിരിക്കില്ല. പല ജില്ലകളിലും പല ഡിപ്പാർട്ട്മെന്റുകളിലും റിട്ടയർമെന്റ് മുൻകൂട്ടി കൊടുക്കാനുണ്ടാവും, അല്ലെങ്കിൽ പുതിയ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടാവും. അങ്ങനെ പല നടപടികളും കാണും. അത് ഇനിയിപ്പോൾ ഇലക്ഷൻ വരികയാണ്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട. ഇലക്ഷൻ വരുമ്പോഴാണ് ഏറ്റവും അധികം നിയമനം നടക്കേണ്ടത്. മുമ്പൊക്കെ അങ്ങനെയായിരുന്നു. കാരണം ഇലക്ഷൻ വരുന്ന സമയത്ത് ഗവൺമെന്റ് കുറെ കൂടെ വേക്കൻസികളൊക്കെ റിപ്പോർട്ട് ചെയ്യിപ്പിച്ച് ഒരുപാട് നിയമനങ്ങൾ നടക്കേണ്ടതാണ്. പക്ഷേ ഇലക്ഷൻ ഇനി 1 മാസം കഴിഞ്ഞാൽ ഇലക്ഷൻ വരാൻ, ഇലക്ഷൻ വിജ്ഞാപനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വീണ്ടും നിയമന നടപടി നടത്താൻ കഴിയില്ല, പുതിയ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. അതായത് എന്റെ ഊഹം കറക്റ്റ് ആണെങ്കിൽ, അതായത് സാധാരണഗതിയിൽ ഇലക്ഷൻ പ്രൊസീജിയർ നോക്കിയാൽ ഏതാണ്ട് ഒരു 3 മാസത്തോളം ഇലക്ഷൻ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് ലിസ്റ്റിൽ നിന്ന് പുതിയ നിയമനങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പൊ അത്തരത്തിലുള്ളൊരു സാഹചര്യം കൂടി മുന്നിൽ കണ്ടിട്ട് പോലും അതിനു മുന്നേ ഈ വേക്കൻസികൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ PSCയോ ഡിപ്പാർട്ട്മെന്റുകളോ തയ്യാറാക്കുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും അംഗീകരിക്കാൻ കഴിയാത്ത വിഷയമാണ്. കുട്ടികളുടെ പക്ഷത്ത് ആരും നിൽക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അല്ല, അവിടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ LDC നോട്ടിഫിക്കേഷൻ വന്നപ്പോഴോ അതിനുശേഷമോ റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴോ അപ്പോൾ സൂപ്പർ നോട്ട്സ് എന്നൊരു സ്ഥാപനം ഇല്ലായിരുന്നു. നമ്മൾ സൂപ്പർ നോട്ട്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏതാണ്ട് 1 വർഷം 3 മാസമാണ് ആയത്. അപ്പൊ ഈ 1 വർഷം 3 മാസം, അതായത് നമ്മുടെ ഒരു കുട്ടികൾ പോലും, സൂപ്പർ നോട്ട്സിന്റെ ഒരു കുട്ടി പോലും ഈ റാങ്ക് ലിസ്റ്റിനകത്ത് നമ്മുടെ നിലവിലുള്ള കുട്ടികൾ കാണാം. പക്ഷെ ആ പരീക്ഷയ്ക്ക് നമുക്കൊരു കോച്ചിങ് ബാക്കിയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഒരുപാട് കോച്ചിങ് കൊടുത്ത സ്ഥാപനങ്ങൾ പോലും ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഇവരെ ആരുടെ ഭാഗത്താണ് നമ്മൾ നിൽക്കേണ്ടത്? അത് ഒന്നാമത്തെ ഒരു ചോദ്യമാണ്. 2,
ഇപ്പോ അവധി ദിവസങ്ങൾ ആഴ്ചയിൽ 2 ആക്കി കൂട്ടാനായിട്ട് ഗവൺമെന്റ് തീരുമാനിച്ചായിരുന്നു. അതായത് ഗവൺമെന്റ് എംപ്ലോയീസിന് 5 ദിവസം മാത്രമേ ജോലിയുള്ളൂ. ഓക്കെ, ഞാൻ എതിർക്കുന്നില്ല, നല്ല കാര്യമാണ്, പോട്ടെ, കുഴപ്പമില്ല. അത് കഴിഞ്ഞ രണ്ടാമതായിട്ട് DA 3% കൂട്ടി. ഓക്കെ, എതിർക്കുന്നില്ല, നല്ല കാര്യമാണ്. അപ്പോൾ ഗവൺമെന്റ് എല്ലാവർക്കും ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്: പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. ഗവൺമെന്റ് ഇത് കാണണം, തീർച്ചയായിട്ടും ഇത് കാണും. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് LDC ഒക്കെ നോക്കുകയാണെങ്കിൽ 8 ലക്ഷം 9 ലക്ഷം ആൾക്കാരുണ്ട്. ഡിഗ്രി ലെവൽ എക്സാം നോക്കുകയാണെങ്കിൽ 3.5 ലക്ഷം ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർക്ക് വേണ്ടി എന്താണ് ചെയ്തു കൊടുത്തത്? നമ്മൾ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഇട്ടിട്ട് കാര്യമില്ല. ഇപ്പം നമുക്ക് കണക്ക് പറയാം, സ്റ്റാറ്റ് പറയാം, ഒരു വർഷം 700 നോട്ടിഫിക്കേഷൻസ് കേരള PSC കൊണ്ടുവന്നു. പക്ഷേ നിയമനം കൊടുക്കുന്നുണ്ട്. അവിടെയാണ് ക്വസ്റ്റ്യൻ. ഞാനിപ്പോ റെയിൽവേ എടുക്കുകയാണ്. റെയിൽവേ കൃത്യമായിട്ട് കുറച്ച് നോട്ടിഫിക്കേഷൻസ് മാത്രമേ ഇടുന്നുള്ളൂ, പക്ഷെ നന്നായിട്ട് നിയമനം നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ SSC ഓക്കെ, കൃത്യമായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ആരെയും മോശം പറയുന്നില്ല. ഓക്കെ, എനിക്കറിയാം ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ ഏറ്റവും അധികം നിയമനങ്ങൾ നടക്കുന്ന ഒരു PSC കേരള PSC ആണ്. പക്ഷെ ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ അവിടെ PSC വലിയ റോള് വഹിക്കുന്നില്ല. ഇപ്പൊ പോലീസിൽ പോലും നിയമനം നടത്തുന്ന ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ PSC അല്ല, അതായത് ബോർഡുകളാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ നമ്പർ കൂടുതലായിരിക്കും. പക്ഷെ അവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഈ ഇത്രയും ലക്ഷം ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി എന്താണ് ഗവൺമെന്റ് ചെയ്തത്? അല്ലെങ്കിൽ ഇനി എന്താണ് പ്ലാൻ? അല്ലെങ്കിൽ ഇനി എന്നത്തേക്ക് ഇതെല്ലാം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്? അവിടെ അത് മറുപടി കൊടുക്കണം, അത് അഡ്രസ് ചെയ്യണം തീർച്ചയായിട്ടും. ഓക്കെ, അവിടെ ഒരു കാര്യമുള്ളത്, ഇപ്പൊ ഏപ്രിൽ മാസത്തെ കലണ്ടർ വന്നിട്ടുണ്ട്. 170 പരീക്ഷകളാണ് ഏപ്രിൽ മാസത്തിൽ കേരള PSC കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു വർഷത്തിൽ ഏതാണ്ട് 700 750 പരീക്ഷകൾ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനുകൾ കേരള PSCയുടെ ഭാഗത്തുനിന്ന് ഇറങ്ങുന്നുണ്ട്. വലിയ കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഓരോ ലിസ്റ്റുകൾ പുറത്തിറങ്ങുമ്പോഴും അല്ലെങ്കിൽ ഓരോ പരീക്ഷ കഴിഞ്ഞ് അതിൻ്റെ റാങ്ക് ലിസ്റ്റുകൾ പുറത്തിറങ്ങുമ്പോഴും ഈ റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് മുൻകാലത്തെ അപേക്ഷിച്ച് നിയമനം വല്ലാണ്ട് കുറയുന്നു എന്നുള്ളത് വളരെ പ്രസക്ത കാര്യമാണ്. ഇപ്പോൾ LDCയുടെ കാര്യം മാത്രമല്ല, സബ് ഇൻസ്പെക്ടറിന്റെ റാങ്ക് ലിസ്റ്റ് എടുക്കുക. സബ് ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റിൽ ഇതുവരെയായിട്ടും ഏതാണ്ട് 30 നിയമനം മാത്രമേ വന്നിട്ടുള്ളൂ. 4 മാസം കൂടി ഉള്ളൂ. സ്റ്റേറ്റ് വൈഡ് റാങ്ക് ലിസ്റ്റ് ആണ്. അതായത് കേരളം മുഴുവൻ, ജില്ലാ വൈസ് അല്ല, ബറ്റാലിയൻ വൈസ് അല്ല, ഇത് സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റിന്റെ കാര്യമാണ് പറയാം. ഇനിയും ആംഡ് പോലീസ് ബറ്റാലിയൻ 3-4 വേക്കൻസി മാത്രമേ നടന്നിട്ടുള്ളൂ. അതേപോലെ തന്നെ മറ്റുള്ള പല ഡിപ്പാർട്ട്മെന്റുകളും, ഇപ്പം നമ്മുടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറോ അല്ലെങ്കിൽ സിവിൽ എക്സൈസ് ഓഫീസറോ ഫയർമാനോ, ഇതിലൊക്കെ ഈ പറയുന്നത് പോലെ ഭയങ്കരമായിട്ടുള്ളൊരു കുറവ് നിയമനങ്ങളുടെ കേസിൽ വരുന്നുണ്ട്. അപ്പം അധികാരി വർഗം ഇത് കാണുന്നില്ലാത്തതാണോ അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിക്കുന്നതാണോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇലക്ഷൻ വന്നു, ഇപ്പൊ പറയുകയാണ് അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കും. എത്ര കാലം ഇത് പറയുന്നുണ്ട്. ഇതേപോലെ ഒരുപാട് സർക്കുലർ ഞാൻ കണ്ടിട്ടുണ്ട്. അതിപ്പോ ഒരു ഗവൺമെന്റ് അല്ല, ഏത് ഗവൺമെന്റ് ആയാലും. ഇപ്പൊ ഞാൻ വാക്കുകൊണ്ട് പറയും, ഓക്കെ, ഞങ്ങൾ കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞങ്ങൾ ഭരിച്ചാൽ ഇന്ന കാര്യങ്ങൾ മാറ്റിത്തരും, ഇവിടെ സ്വർഗരാജ്യം വരും, തേനും പാലും ഒഴുകും. പക്ഷെ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ പറയുന്നതല്ല കാര്യം, സർക്കുലർ ഇറക്കുന്നതല്ല കാര്യം, മറിച്ച് എത്ര കാര്യങ്ങൾ നമ്മൾ നടത്തി കാണിച്ചു. ആ നടത്തി കാണിച്ച കാര്യങ്ങളല്ലേ നമ്മൾ പറയുന്നത്. പക്ഷെ ഇവിടെ അത് അഡ്രസ് ചെയ്യുന്നില്ല. ഇവിടെ ഒരു രസകരമായ കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ ഏപ്രിൽ മാസത്തെ കലണ്ടറിൽ എത്ര കുട്ടികളാണ് അപ്ലൈ ചെയ്തിട്ടുള്ളതിന്റെ ലിസ്റ്റ് വന്നു. ഏതാണ്ട് 1,30,000 പേരാണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറുടെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, അതായത് ഇതിന് മുന്നേ വന്ന റാങ്ക് ലിസ്റ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയ്ക്ക് 2,30,000 പേരാണ് അപ്ലൈ ചെയ്തത്. 1,00,000 പേരുടെ കുറവ് എന്ത് ചെയ്തിട്ടുണ്ട്? അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണത്തിൽ വന്നു. കഴിഞ്ഞ ഡിഗ്രി ലെവൽ പരീക്ഷ, ഡിഗ്രി പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് ഏതാണ്ട് 6 ലക്ഷം പേര് പരീക്ഷ എഴുതിയെടുത്ത് ഇത്തവണ ഈ കഴിഞ്ഞിടത്ത് പരീക്ഷ എഴുതിയവരുടെ എണ്ണം വെറും 2,40,000. അതായത് അപ്ലൈ ചെയ്തത് 4 ലക്ഷമാണ്. അതിൽ 2,40,000 പേര് മാത്രമേ പരീക്ഷ പോലും എഴുതിയുള്ളൂ. ബാക്കി എക്സാം എഴുതുന്നില്ല. എന്താണ് സംഭവിക്കുന്നത്? കുട്ടികളുടെ മനസ്സിലുള്ള ട്രസ്റ്റ് അവിടെ പോകുന്നു, അല്ലെങ്കിൽ കുട്ടികളുടെ മനസ്സിൽ ഈ ഡിപ്പാർട്ട്മെന്റുകളോടുള്ള ട്രസ്റ്റ് കുറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് നിലനിൽക്കേണ്ട സമ്പ്രദായം തന്നെയാണ്. കേരള PSC ഉണ്ടാവണം, സർക്കാർ ജോലികൾ ഉണ്ടാവണം. ഒരുപാട് കുട്ടികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പല പരീക്ഷകളും അവരുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അപ്പം ആ കുട്ടികളുടെ പക്ഷത്ത് നിന്ന് സംസാരിക്കേണ്ട ആവശ്യമുണ്ട്. ഇതിന്റെ അർത്ഥം കുറെ കുട്ടികൾ ഇനി പഠിത്തം നിർത്തി പോവാം, അല്ലെങ്കിൽ ഇനി പഠിക്കണ്ട, ഇനി ഞാൻ ഈ സ്വപ്നത്തിന് അല്ലെങ്കിൽ ഈ ജോലിക്ക് പിന്നെ പോകണ്ട എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മാത്രം അവസരം നഷ്ടപ്പെടുകയുള്ളൂ. തിരികെ അധികാരി വർഗം എന്ത് ചെയ്യണം? ഇവർക്ക് അനുകൂലമാകുന്ന നിലപാടുകൾ എടുക്കണം എന്നുള്ളതാണ് ഉണ്ടാവേണ്ടത്. തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ കേരളത്തിലെ വ്യവസായ സ്ഥാപനങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു എക്കോ സിസ്റ്റം ഇല്ല. അതിപ്പോൾ ജോഗ്രഫിക്കലി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാര്യം നമ്മൾ ഒരുപാട് പോപ്പുലേഷൻ വളരെ കൂടുതലാണ്, അത് കണക്ക് പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ കൂടുതലാണ്. മാത്രമല്ല ജോഗ്രഫിക്കലി നമ്മളൊരു ഇൻഡസ്ട്രിയൽ സ്റ്റേറ്റ് അല്ല നമ്മൾ. അപ്പോൾ ഇവിടെ ഒരു കുട്ടി ഒരു ജോലിക്കായിട്ട് ദുബായിൽ പോവേണ്ട ആവശ്യമില്ല, ഗൾഫിൽ പോവേണ്ട ആവശ്യമില്ല, കാനഡയിൽ പോകേണ്ട ആവശ്യമില്ല, യൂറോപ്പിൽ പോവേണ്ട ആവശ്യമില്ല. അവനെ നമ്മുടെ നാട്ടിൽ നിലനിർത്തേണ്ടത് നമ്മുടെ ഗവൺമെന്റിന്റെ കടമയാണ്.
അപ്പോൾ ഇവരെല്ലാം ഇത്രയും എഡ്യൂക്കേഷൻ ബാക്കിയെല്ലാം കൊണ്ടുപോയി ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയി ഇത്രയും എല്ലാം എഡ്യൂക്കേറ്റഡ് ആയിട്ട് അവർ പഠിച്ചു കഴിഞ്ഞിറങ്ങിയാൽ അവരെവിടെ പോകണം ഒന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് സത്യത്തിൽ ഇപ്പൊ സൂപ്പർ നോട്ട്സിൽ തന്നെ ഒരു വേക്കൻസി വരുന്ന സമയത്ത് അതിപ്പോ റിസർച്ചിലായിക്കോട്ടെ അല്ലെങ്കിൽ ഫാക്കൽറ്റീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ റിസർച്ച് എന്തോ ആയിക്കോട്ടെ ഏത് മേഖല ആയിക്കോട്ടെ എത്ര റെസ്യൂമെയാണ് നമുക്ക് വരുന്നത്. അതായത് അത്രയും ആൾക്കാർക്ക് നാട്ടിൽ നമുക്ക് തൊഴിലില്ല. ആ ഒരു അവസ്ഥ പരിഹരിക്കേണ്ടത് നമ്മുടെ ഗവൺമെന്റ് കടമയാണ്. അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു കാര്യം കൂടെ എനിക്കിവിടെ പറയാനുണ്ട്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ മൊത്തം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു പോകുന്നു. പക്ഷേ ഇവിടെ നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു ജോലി കൊടുക്കാനുള്ള സാഹചര്യം മേ ബി കാണത്തില്ല. കൃത്യമായിട്ട് ഗവൺമെന്റ് ഒരു നയം വേണം. ഓക്കെ, ഏതൊക്കെ മേഖലകൾക്കായിരിക്കും ഇവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത്, എന്തൊക്കെയാണ് ഒരു കുട്ടി പഠിച്ചു വരേണ്ടത്, അല്ലെങ്കിൽ എന്ത് സിവിക് സെൻസ് ആണ് നമ്മൾ പഠിച്ചു കൊണ്ടുവരേണ്ടത്. അങ്ങനെ ഒരു വിദ്യാഭ്യാസ രംഗത്തെ തന്നെ മുഴുവൻ മാറ്റങ്ങൾ വേണം. ഒന്ന് നമ്മളിപ്പോൾ കാട് കയറി പോയാൽ ചിലപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോകേണ്ടി വരും, ഞാൻ പോകുന്നില്ല. പക്ഷെ രണ്ട് കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്തു കൊടുത്തേ പറ്റത്തുള്ളൂ. ഒന്ന്, ഈ ഏജ് റിലാക്സേഷൻ എന്നൊരു സാധനമുണ്ട്. അതായത് കോവിഡ് കാരണം റെയിൽവേയുടെ എല്ലാ എക്സാംസും SSCയുടെ എല്ലാ എക്സാംസും അവരെല്ലാം തന്നെ ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഗവൺമെന്റ് കേരളത്തിൽ അത് ഇതുവരെ കൊടുത്തിട്ടില്ല. അത് കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമല്ല. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ ഏജ് റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഉദാഹരണം പറഞ്ഞാൽ കോവിഡ് വന്നതിന്റെ ഭാഗമായിട്ട് തെലങ്കാന അതിന്റെ ഏജ് റിലാക്സേഷൻ കൊടുത്തായിരുന്നു, അതേപോലെ ആന്ധ്രാപ്രദേശ് കൊടുത്തായിരുന്നു, ബാക്കിയുള്ള സ്റ്റേറ്റുകൾ കൊടുത്തായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു കുട്ടി 3 വർഷം കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് 2-3 വർഷം അയാൾക്ക് പഠിക്കാൻ സാധിച്ചില്ല. ടച്ച് മൊത്തം പോയി. ഒരുപാട് ആൾക്കാർ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വന്നു. അപ്പൊ അവരെ ഗവൺമെന്റ് ഉറപ്പായിട്ടും കൺസിഡർ ചെയ്യണം. ഓക്കെ, ഒരു തവണയെങ്കിലും അവർക്കൊരു ഏജ് റിലാക്സേഷൻ കൊടുക്കണം. ഇനിയും ഗവൺമെന്റ് വിചാരിച്ചാൽ അത് നടക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ആ കാര്യം ഒന്ന് ചെയ്യണം. 2, ഇത്രയും ലക്ഷം ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി അവർക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് തീർച്ചയായിട്ടും കാര്യങ്ങൾ ചെയ്യണം. ഇത് അഡ്രസ് ചെയ്യണം. ഇത് ആരെങ്കിലും സംസാരിക്കണം, ആരെങ്കിലും ഇതിനെ അഡ്രസ്സ് ചെയ്തേ പറ്റത്തുള്ളൂ. എല്ലാവരിലേക്കും എത്തിക്കേണ്ടത് നമ്മളത് ചെയ്തു, നമ്മൾ അഡ്രസ് ചെയ്തു. ഇനി എല്ലാവരിലേക്കും എത്തിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. അപ്പോൾ ഞാൻ LDC റാങ്ക് ലിസ്റ്റ് ഇല്ല, അപ്പോൾ ഇത് എന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. അങ്ങനെയല്ല, ഇത് LDC മാത്രമല്ല, വരാൻ പോകുന്ന എല്ലാ എക്സാമിനെയും എല്ലാ നോട്ടിഫിക്കേഷനും ബാധിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? LP സ്കൂൾ ടീച്ചർ എത്ര നിയമനം നടന്നു നോക്കി, UP സ്കൂൾ ടീച്ചർ എത്ര നിയമനം നടന്നു നോക്കി, LGS എത്ര നിയമനം നടന്നു നോക്കി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നിയമനങ്ങൾ വളരെ കുറവാണ്. നാളെ നിങ്ങളും ഒരു എക്സാം എഴുതി ഒരു റാങ്ക് ലിസ്റ്റിൽ വരാൻ പോകുന്ന ആളാണ്, ഒരു റാങ്ക് ലിസ്റ്റ് കാത്തിരിക്കുന്ന ഒരാളാണ്. ആ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ നിയമനം അല്ലെങ്കിൽ നമ്മൾ നിയമനമായോ, ഇനി എത്ര നിയമനം നടക്കാനുണ്ട്, എന്ന് വരും, അങ്ങനെ നിങ്ങളും കാത്തിരിക്കേണ്ട ഒരാളാണ്. സോ ഇത് അഡ്രസ്സ് ചെയ്യിക്കേണ്ടത്, എല്ലാവരിലേക്കും എത്തിക്കേണ്ടത് എല്ലാവരുടെയും കടമയാണ്. അത് നിങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. ഒരു കാര്യം കൂടെ പറയാം. ഈ ഒരു സംഭവത്തിൽ ഇപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് പഠിത്തത്തിന് അത്ര വാല്യൂ ഇല്ലാത്തതുപോലെ സർക്കാർ ചില സമയങ്ങളിലെങ്കിലും ഇടപെടുന്നുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കാനായിട്ട് സെക്രട്ടേറിയറ്റിൽ നിന്ന് വെറും 1 കിലോമീറ്റർ അപ്പുറത്താണ് സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി കിടക്കുന്നത്. ജസ്റ്റ് അവിടെ പോയി നോക്കിയാൽ മതി എത്ര കുട്ടികളാണ് അവരുടെ പകൽ മുഴുവൻ അല്ലെങ്കിൽ രാത്രി മുഴുവൻ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത്. അവിടെ വന്നിരുന്ന് രാവെന്നില്ലാതെ പകലെന്നില്ലാതെ ഭക്ഷണം പോലും നേരെ കഴിക്കാതെ, അതായത് അവരുടെ കയ്യിൽ നിന്ന് പണം ഭക്ഷണത്തിന് വേണ്ടി പോലും കളയാതെ ഇരുന്ന് പഠിക്കുന്ന എത്രയോ കുട്ടികളുണ്ടെന്ന് അറിയാമോ. അപ്പം അതൊന്ന് കണ്ടാൽ മനസ്സിലാവും ഇവരെത്രത്തോളം ത്യാഗമെടുത്തിട്ടാണ്, എത്രത്തോളം സഹിച്ചാണ് ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് സർക്കാരിന് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പം ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സേവ് LD റാങ്ക് ലിസ്റ്റ് 503/2023. തീർച്ചയായിട്ടും. താങ്ക് യു.